മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാ വാട്ടി കഴിച്ച പത്തിരിയൊക്കെ വെക്കുന്ന കേട്ടോ. നല്ലോണം പരത്തി മുറിച്ചൊക്കെ വെച്ചിങ്ങനെ നമുക്ക് ചുടണം. ഓട് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഓട് ചൂടായിട്ടുണ്ട്. വേറെന്താ മക്കളെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. സുഖം സമാനം സന്തോഷം എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കുറേ ആൾക്കാർ ഉമ്മാനോട് ദുആ ചെയ്യാൻ പറയുന്നുണ്ട്. അഞ്ചാമത്തിൽ അള്ളാഹിനോട് ദുആ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ ഞങ്ങളെല്ലാവരും ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി തരട്ടെ. ഞാനിത് ആദ്യേ ചുടുന്ന ചട്ടിയാണ് കേട്ടോ. ഇതിൽ ചില നേരം ഞാൻ മീൻ പറ്റിക്കാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൽ മീൻ പറ്റിച്ചത്. ഇതിൽ പത്തിരിയും ചൂടാ. മീനിൻ്റെ ചുവ ഉണ്ടാകുമെന്ന് നോക്കി. മീനിൻ്റെ ചുവയും കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് അപ്പം നല്ലോണം വൃത്തിയാക്കി പുതർത്തിട്ട് കഴുകിയാൽ ചുവയൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ്. നല്ല മണ്ണിൻ്റെ ഇതിൽ ചുടുമ്പോൾ നമ്മളെ നോസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചുട്ടതിനെക്കാട്ടി നല്ലൊരു ചുവയും ടേസ്റ്റൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിലുണ്ടാക്കുന്നത്. ചിലർക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ. നമ്മളൊക്കെ പിന്നെ പണ്ടേയുള്ള ആൾക്കാരാണല്ലോ, അതായിരിക്കും നമുക്കൊക്കെ ഇതിലിഷ്ടം. ഈ പൊടി ഇതൊക്കെ നല്ലോണം ഒന്നൊരു തുണിയെടുത്ത് നല്ലോണം തുടച്ച് വൃത്തിയാക്കി കൊടുത്താൽ മതി. അങ്ങനെ പറഞ്ഞറിഞ്ഞ് നമ്മളെ നോൻപ് വിട പറയാനായല്ലേ. തീരുമ്പോൾ ഒരു സമാധാനക്കേടാണ്. നോമ്പ് ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ. എന്നും വൈകുന്നേരമൊക്കെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ തീരാത്ത സന്തോഷം. അങ്ങനെ ഇതാ നമ്മൾ കഴിക്കുകയാണ് പത്തിരി. ഇത് നേരിയത്തിരി കേട്ടോ. അത് നേരിയത്തിരി. ഇത് കുറച്ച് കനത്ത് ചുട്ടത്. ഇതാ നമ്മൾ കഴിക്കുകയാണ്. ഇത് മുത്തായം. ഇനി അത്തായം കൂടെ തിന്നണം കൂടെ കൂട്ടിയിട്ട് ഒപ്പരത് ഇടും കേട്ടോ. ഓക്കെ, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് പോകുന്നത്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഞാനിത് അത്താഴത്തിനേക്കുള്ള ചോറ് വെക്കാൻ പോകുക കേട്ടോ. കുട്ടികളെ അറിഞ്ഞ് ഇറച്ചിക്കറിയില്ല, എനിക്കൂടെ നെയ്ച്ചോറ് മതിയെന്ന്. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ നല്ല ഒഴിച്ചിട്ടുണ്ട് ലേശം. അതിലേക്ക് ഞാൻ പട്ട, കറാമ്പൂവ്, ഏലക്കായി, ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നും നിങ്ങളൊക്കെ കാണൽ വാട്ടാതെ ഞാൻ ഒന്നായിട്ട് പച്ച അരിയിലിട്ട് വെക്കണമല്ലോ കാണൽ. ഇങ്ങനെ വെക്കാൻ വിചാരിച്ചിട്ടാ. നല്ലോണം ഒന്ന് വഴണ്ടിട്ടെ. വേറെന്താ മക്കളെ വേറെന്താ മക്കളെ ചോദിച്ചാൽ അത് ശീലിച്ചേ മക്കളെ. അമ്മനോട് വെറുക്കരുതേ. ഇതെല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ലൈവിൽ വരുന്നതിൻ്റെ യൂട്യൂബ് കാണുന്നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എല്ലാവരോടും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെ മക്കളെ വിളിച്ചു പോവുകയാണ്. ഇതൊക്കെ ഇതൊന്ന് നല്ലോണം ഒന്ന് ചോന്നിട്ടെ. അത് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ എൻ്റെ വെള്ളം ഒഴിക്കുകയാണ്. ഇതിനൊരു പാട്ട അരി അടുത്തത് 2 പാട്ട് വെള്ളം ഒഴിക്കണം. ദിവസം കൂടെ നമുക്ക് വെള്ളം ഒഴിക്കണം. ഇതൊക്കെ ദിവസം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ദിവസം കൂടെ വെള്ളം ഒഴിക്കണേ. നല്ലോണം നമ്മൾ നെയ്ച്ചോറ്റിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് അരി ഇട്ട് കൊടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇപ്പോൾ സമയം എത്ര ആയിന്നറിയോ? ഇത് വെക്കുമ്പോൾ 2:30 ആയിട്ടോ. 2:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്ത് കിട്ടട്ടെ. നേരൊക്കെ ഞാൻ വെക്കും. എനിക്ക് പൊതുവേ വളരെ ഉറക്കം കുറവാണ്. അപ്പം അതിനെക്കൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല. നെയ്ച്ചെടുക്കുമ്പോൾ കഴിഞ്ഞേ ഇട്ട മക്കളെ റെഡി ആയിട്ട് നമുക്കിത് ഒരൊറ്റ കൂക്ക് വന്നാൽ കേട്ടോ. മാറക്കും ഒരു കൂക്ക് വന്നാൽ കേട്ടോ. അപ്പോൾ വെന്തിട്ടുണ്ടാവും. ഈ ഒരു കൂക്ക് മതി കേട്ടോ. ഇനി അധികം കൂക്ക് ഇടണ്ട. നമ്മൾ നല്ല ചെറിയ മണി അരിയാണ്, പെട്ടെന്ന് വേവും. ഓക്കെ കേട്ടോ. നെയ്ച്ചോറ്റിലേക്കുള്ള കറിയാണിത്. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഓക്കെ, ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കൈ കൊണ്ട് നോക്കിയതാണ്. ഇതാ നല്ലോണം വെന്തിട്ടുണ്ട്. പിന്നെ മൂടി ഇട്ടാൽ ഇത് അരിഞ്ഞു പോകണ്ട. ആ ഒരു കൂക്ക് വരുമ്പോഴത്തിനെടുത്തതാണ്. നമ്മളിതിലേക്ക് എന്താ വിചാരിച്ചാൽ വേണ്ടിയത് കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കണേ. പച്ച ഉള്ളി. ആ ഉള്ളി അരിഞ്ഞത് ഞാൻ ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കും.
നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നെയ്ച്ചോറ് വെച്ചിട്ട് അതിൽ കുറച്ച് പച്ച ഉള്ളി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയാലും നല്ല രസമാണ്. അങ്ങനെ ആരെയും വെച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ ഒന്ന് ഇറക്കിയാൻ പാടും. ഇങ്ങനെ ഇട്ടാൽ ഇതൊക്കെ നമ്മൾ വല്യമ്മ പറഞ്ഞു തന്നാ കേട്ടോ. നമ്മളമ്മ പറയാനൊക്കെ ആകുമ്പോഴത്തേന് ചെറുപ്പത്തിൽ നമ്മളമ്മൊക്കെ മരിച്ചിരിക്കും. ഇതൊക്കെ നമ്മളെ വല്യമ്മ പറഞ്ഞു തന്നതോ വല്യമ്മ ഉണ്ടാക്കുന്നതൊക്കെ നോക്കിയൊന്ന് കണ്ട് അങ്ങനെയൊക്കെ പഠിച്ചാണ് നമ്മൾ. നല്ല ടേസ്റ്റായി. അത് ചില കല്യാണപ്പേരിലൊക്കെ പോയാൽ കണ്ടില്ല, നമ്മളിപ്പോൾ നെയ്ച്ചോറൊക്കെ തിന്നുമ്പോൾ പച്ച ഉള്ളിയൊക്കെ കടിക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്താ അതിൽ പച്ച ഉള്ളിന്ന് അങ്ങനെ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നോട്. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇത് വെന്തിട്ടുണ്ട്. ഇതിട്ടാ നമ്മൾ ഇറച്ചി പൊരിച്ചാണ്. നെയ്ച്ചോറ് നമ്മളെ പാത്തുട്ടിക്ക് വലിയ കാല് കൊടുക്കുക, എനിക്ക് ചെറിയ കാല്. അയ്യോ അത് പാത്തുട്ടിയെ കറി വെച്ചെടുക്കുമ്പോൾ മോനെ മോനക്ക് ഓക്ക് കേട്ടോ. ഇതിൻ്റെ ചോറ് പപ്പടം, മീൻ പൊരിച്ചത്, നെയ്ച്ചോറ്, ഇറച്ചിക്കറി. പാത്തുവിനെ പിടിക്കാൻ പറ്റില്ല. പാത്തുവിൻ്റെ കൈ മാത്രം കണ്ടുപിടിച്ചിട്ടാണ് പപ്പടം കടിച്ചു നിന്നതും. ഇതിൻ്റെ ചോറാണ്. ഇത് ഉള്ളി സുർക്കയിലിട്ടാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.